ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. അപ്പോൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ന്യൂ ഇയറിന് വലിയൊരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമ്മുടെ HSSTയുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കും HSSTയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 31-ന് റിലീസായിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിവിധ സബ്ജക്റ്റുകളിലുള്ള HSST ആണ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടോസ് അക്കാഡമിയിലും നമ്മൾ HSSTയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി 2 ബാച്ച് നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും കഴിഞ്ഞ HSSTക്കും നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്ത് പഠിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ട് 2025 ജോലിയിൽ പ്രവേശിച്ച ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ 2025 അവർക്ക് ഒരു ഗോൾഡൻ ഇയർ ആയി ജോലിയൊക്കെ കിട്ടി മാറിയതുപോലെ 2026 നിങ്ങൾക്കും ഒരു ഗോൾഡൻ ഇയർ ആവട്ടെ. ഒരു നല്ലൊരു പുതുവത്സര സമ്മാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, PSCയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജേർണലിസം കാറ്റഗറി നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. 701/2025 702 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹോം സയൻസ് ആണ്. ഇനി മറ്റ് വരുന്നത് 709 മുതൽ ഇങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ കാറ്റഗറി നമ്പർ വായിക്കുന്നില്ല, നിങ്ങൾ സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ്, അതേപോലെ ഇംഗ്ലീഷ് ജൂനിയർ തസ്തിക, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കന്നഡ ജൂനിയർ തസ്തിക, HSST സുവോളജി ജൂനിയർ, HSST ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ്, HSST പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ തസ്തിക, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ എക്കണോമിക്സ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ബോട്ടണി, അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ സുവോളജി, HSST ജോഗ്രഫി ജൂനിയർ തസ്തികയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ജൂനിയർ. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ HSST കഴിഞ്ഞിട്ട് ഒത്തിരി സമയമൊന്നും ആയില്ല അല്ലേ. അപ്പോൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും വേക്കൻസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് മിനിമം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നോക്കുക, ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ തസ്തികയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ജൂനിയർ തസ്തികയുണ്ട്, സീനിയർ തസ്തികയുണ്ട്. ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ടൈം ടീച്ചർ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പീരീഡിന്റെ അവർ നമുക്ക് കുറവാണ്. സീനിയർ ടീച്ചേഴ്സിന് അവർ കൂടുതലാണ്, സാലറി അവർക്ക് കൂടുതലാണ്. തീർച്ചയായിട്ടും ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് സാലറിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ സാലറി മോശമല്ല. എത്രയാണ് സ്കെയിൽ ഓഫ് പേ? 45,600 മുതൽ 95,600 വരെയാണ് ബേസിക് പേ കിടക്കുന്നത് അല്ലേ. അപ്പം നോക്കുക, ഈ സബ്ജക്റ്റുകളുടെയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ബോട്ടണി, സുവോളജി, ജോഗ്രഫി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് നോക്കുക കേട്ടോ. 716, 17, 18, 19, 20, 21. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. അപ്പം എത്ര വേക്കൻസീസ് ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് HSST എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് നോക്കുക, ഏജ് 20 to 40 ആണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. ഓരോ കാറ്റഗറിയിലും അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓരോ കാറ്റഗറി ഞാൻ എടുത്തു പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഓക്കെ. അപ്പം അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ വേണ്ട കാറ്റഗറീസിലുള്ളവർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നിന്ന് നോക്കി ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറിക്ക് ഏജ് 20 to 40 ആണ്. ഓക്കെ. അടുത്തത് ക്വാളിഫിക്കേഷനിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG വേണം വിത്ത് അറ്റ്ലീസ്റ്റ് നോട്ട് ലെസ് ദാൻ 50% മാർക്ക്. B.Ed വേണം, കൺസേൺ സബ്ജക്റ്റിൽ B.Ed. അതേപോലെ തന്നെ സെറ്റ് എന്ന് പറയുന്ന എലിജിബിലിറ്റി എക്സാമും ക്വാളിഫൈഡ് ആയിരിക്കണം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റും ക്വാളിഫൈഡ് ആയിരിക്കണം. ഇത്രയും ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. എക്സെപ്ഷൻസ് ഉണ്ട്. B.Ed M.Ed ഉള്ളവർക്ക് B.Ed വേണമെന്ന് നിർബന്ധമില്ല അല്ലെ. അതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്.
അതേപോലെ MPhil ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈഡ് ആവണം എന്നില്ല. ഇതൊക്കെ ഓരോ എക്സാമുകളും നിർബന്ധമായിട്ടും വേണം എന്നൊക്കെ ഓരോ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഇനി ഇവിടെ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതായത് നമ്മൾ എഴുതുന്ന റിട്ടൺ മാർക്ക്, ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂയുടെ മാർക്ക് പ്ലസ് വെയിറ്റേജ് ഉണ്ടെങ്കിൽ അത് കിട്ടും. വെയിറ്റേജ് ഉള്ളവർ നോക്കുക നോൺ ക്വാളിഫയിങ് MPhil. നോൺ ക്വാളിഫയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അധികമായിട്ട് നിൽക്കുന്ന ക്വാളിഫിക്കേഷൻ MPhil PhD പോലുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോൺ ക്വാളിഫയിങ് MPhil ആണെങ്കിൽ 2 മാർക്ക്, PhD ആണെങ്കിൽ 4 മാർക്ക്, MPhilഉം PhDയും ഉണ്ടെങ്കിൽ 5 മാർക്ക്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ആണെങ്കിൽ 2 മാർക്ക്. ഇതായിരിക്കും വെയിറ്റേജ്. അപ്പോൾ ഈ വെയിറ്റേജ് ഉള്ളവരും തീർച്ചയായിട്ടും ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എക്സംഷൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 4 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് മറ്റ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിലും HSSTക്കുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ സബ്ജക്റ്റിനെയും HSSTയുടെ കോച്ചിങ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ റെക്കോർഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി എക്സാം, മന്ത്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. ലൈവ് സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന് റെക്കോർഡഡ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഈ ഒരു നോട്ടിഫിക്കേഷന് നിങ്ങൾ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഏറ്റവും അടുത്ത് നാളെ തന്നെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഠനവും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.